KEA കലാസമിതി അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ ഹാസ്യ നാടകം ഗുരുദക്ഷിണ. അണിയറയിൽ പോൾ ചമയം, സംവിധാനം രഞ്ജിത്ത് കൃഷ്ണ. നാടകം ആരംഭിക്കട്ടെ. രംഗം 1. രാജാവിന്റെ വാടക കൊട്ടാരം. മൂർഖാദി അണലി നീർക്കോലി കോവിലകം വാഴും ആറാം തമ്പുരാന്റെ അച്ഛൻ അഞ്ചര തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നേ. മണിപ്പുഴ ഷാപ്പിന്ന് മുക്കറ്റം മോന്തിട്ട് രാജാവിന്റെ തിരുവെഴുന്നള്ളത്ത് കൊടുവാളുണ്ടേ, പരിചയവുമുണ്ടേ, തലതെറിക്കാനായിട്ട് എഴുന്നള്ളുന്നേ, തലതെറിക്കാനായൊരെഴുന്നള്ളത്ത്. നീർക്കോലി കോവിലകം വാഴും അഞ്ചര തമ്പുരാൻ നീനാൾ വാഴട്ടെ, നീനാൾ വാഴട്ടെ. അഞ്ചര തമ്പുരാൻ വേണേൽ വാഴട്ടെ, വേണേൽ വാഴട്ടെ. അഞ്ചര തമ്പുരാൻ വീണാൾ വീഴട്ടെ, വീണാൾ വീഴട്ടെ. ആരിവിടെ? ഞാനിവിടെ. നീ അവിടെ, ഞാനിവിടെ. വായിവിടെ. ശവടെ. എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ, എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. ഉരുളിയാലും പ്രഭു. എന്തുട്ട്? അരുളിയാലും പ്രഭു. എടോ പടോ. എന്താടോ? പൊറുക്കണം പ്രഭു. നമ്മുടെ ഭരണത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടരല്ലേ? അതെ പ്രഭു, അങ്ങയുടെ മരണത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണ്. പടോ, നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥ പൊങ്കിലമായിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ആനന്ദത്തിൽ താറടിക്കാൻ കൊട്ടാരം നർത്തകികളായ റമ്മിനെ വിളിക്കൂ. റമ്മോ? OPR വേണോ OCR വേണോ അതോ ഓൾഡ് മങ്കി വേണോ? കുടിക്കുന്ന റമ്മിന്റെ കാര്യമല്ല നാം പറഞ്ഞത്. കൊട്ടാരം നർത്തകികളായ രംഭ, ഉർവശി, മേനക എന്നിവരെ വിളിക്കാനാണ് പറഞ്ഞത്. അവരുടെ ഷോർട്ട് ഫോം ആണ് RUM റം. ക്ഷമിക്കണം പ്രഭു, ഉർവശിയെ മനോജ് കെ ജയൻ കെട്ടി, മേനകയെ പ്രൊഡ്യൂസർ സുരേഷ് കെട്ടി. രംഭയാണെങ്കിൽ ഇപ്പോ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷാ സിനിമകളിൽ ആകെ മൊത്തം പറയൂ പടോ. പടോ, രംഭയിലും എത്രയോ ഭേദമാണ് നീ. പക്ഷേ നമുക്ക് രംഭയുടെ നൃത്തം കണ്ടേ മതിയാകൂ. എന്റെ പൊന്നു തിരുമനസ്, രംഭയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പണയം വെക്കേണ്ടതായി വരും. എന്താണ് തിരുമനസ് മോങ്ങുന്നത്? ഇപ്പോൾ തന്നെ നമ്മുടെ 3 കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ്. പടോ, എന്താടോ? നമ്മുടെ മഹാമന്ത്രി മാർത്താണ്ഡനോട് വരകാൻ പറയൂ. ഒടിയനല്ല തരികട, പോയി വിളിച്ചിട്ട് പാടോ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം, കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. എന്തു ചോദിച്ചാലും പാട്ട്. ഇത്രയും പാട്ടൊക്കെ പാടാൻ ഇവനാര്? ഇളയരാജയ്ക്ക് യേശുദാസ് ജനിച്ച് MG ശ്രീകുമാറോ അതോ ഞുണ്ണി മേനോനോ? വന്നല്ലോ വന്നല്ലോ മാർത്താണ്ഡൻ വന്നല്ലോ, രാജാക്കന്മാർക്കിട്ട് പാര വയ്ക്കാൻ. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒന്നായി കൂട്ടിക്കുഴയ്ക്കും അവൻ. ലാ 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 ലാ. പ്രണാമം പ്രഭു. എന്തുട്ട്? മമ പ്രണാമ പ്രഭു, മമ പ്രണാമം. പ്രമാണം. മന്ത്രി പുങ്കവ, എന്താണ് രാജകുലോത്തമ? എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെ ഇരിക്കുന്നു. രാജകാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത്. ആരാധ്യം പറയും, ആരാധ്യം പറയും. എടാ, അപ്പൊ ആരെങ്കിലും ഒന്ന് പറയും, എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? ഈ നാട്ടിൽ ഈയിട പെയ്തത് വർണ്ണമഴ, DTS സൗണ്ടിൽ പെയ്യണ് കളറുമഴ, തിയേറ്റർ തോറും ബ്ലൂ മഴ, കരിമോളിലുണ്ട് കരിമഴ, ജില്ലയിലും മൊത്തം പലമഴ. എന്തോന്നു കുന്തമീ മഴ, ലോകാവസാനമാകുമോ? വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പടോ? വേറെയും ഉണ്ട് തിരുമനസേ വിശേഷങ്ങൾ. എന്റെ കിണ
കിണറ്റിനുള്ളിൽ കിടക്കിടയ്ക്കൊരു തിരയിളക്കങ്ങൾ, ഒരു പുളുപുളും ശബ്ദം. അപ്പോൾ അത്രയ്ക്ക് കെങ്കേമമാണല്ലേ നമ്മുടെ ഭരണം? പിന്നെ അങ്ങ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും പീഡനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പ്രഭോ. എന്ത്? നാം ഉള്ളപ്പോൾ മറ്റൊരു പീഡകനോ? ആരാണവൻ? അസംഭവ്യം, ഇമ്പോസിബിൾ, നാഷണൽ ജിയോഗ്രാഫിക് ഡിസ്കവറി, അനിമൽ പ്ലാനറ്റ്. ആരാണവൻ? അല്ല, ആരാണെന്ന് ചോദിച്ചാ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ഭാരതീയനാണോ? അതെ പ്രഭോ. എടോ പടോ, is it approved? Yes, approved. ഞാൻ ഉദ്ദേശിച്ചത് ആ പീഡകൻ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ പട്ടാമ്പി, തലശ്ശേരി, അങ്കമാലി, കാലടി തുടങ്ങിയ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ആളാണോ എന്നാണ്. അല്ല, അത് പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് സയൻസ് എക്സിബിഷൻ, എക്സിബിഷൻ, ഡിസ്റ്റിങ്ഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീ പീഡന കേസുകളായ കുമളി, വിതുര, സൂര്യനെല്ലി ഇതിൽ ഏതെങ്കിലുമാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? ഇതിൽ മൂന്നിലുമുണ്ട് പ്രഭോ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കടക്കുന്നു പുജ്ഞത്തിലേക്ക്. ഞാൻ എന്റെ 16 അടിയന്തരത്തിലെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അദ്ദേഹം രാജാവ്, പടയാളി, തൊഴിലാളി, മുതലാളി, മലയാളി, ബംഗാളി, നേപ്പാളി ഇതിൽ ഏതെങ്കിലും പെട്ട എരപ്പാളിയാണോ? അല്ല, ഒരു ഉഴപ്പാളിയാണോ എന്നൊരു സംശയം. സംശയമുണ്ടെങ്കിൽ ഈ പോങ്ങനോട് ചോദിക്കാം. എടോ വിവരം കെട്ട മന്ത്രി, രാജാവ് ചോദിച്ചത് അയാൾ ആണാണോ പെണ്ണാണോ എന്നാണ്. പ്രഭോ, ആണുമല്ല പെണ്ണുമല്ല, പിന്നെ അങ്ങയെ പോലെ ആണും പെണ്ണും കെട്ടവനാ. എന്റെ 28 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കിടക്കുന്നു രാജ്യ അസൂയയിലേക്ക്.